ഹായ് ഡിയാസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അനിയത്തിനെയും പിള്ളേരെയൊക്കെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അപ്പോൾ അവരെയും മൂന്നുപേരെയും കൊണ്ടുവിടുക കേട്ടോ. 90 കഴിഞ്ഞ്. അപ്പോൾ അതാ അമ്മീപ്പെണ്ണ് രാവിലെ ഏറ്റിട്ടുണ്ട് കേട്ടോ. അവൾ വഴക്കൊന്നുമില്ല, അവൾ മിടുക്കി പെണ്ണ് കേട്ടോ. അപ്പം ചെറുക്കനാണ് ഇച്ചിരി കുറുമ്പൊക്കെ ഉണ്ട്. ചെറുക്കനൊക്കെ ഏറ്റതാ പൊന്നൂസ് അപ്പം ഏറ്റ് പിള്ളേർ കൂടെ കളിയായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം റെഡിയാകട്ടെ. കാരണം 10 മണിക്കാണ് വണ്ടി വരുന്നേക്കുന്നത്. അപ്പോൾ ഇച്ചിരി ലേറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആമി പെണ്ണിനെ ആദ്യം റെഡിയാക്കി കേട്ടോ. അപ്പം കുഞ്ഞുകൂട്ടം കുളിയൊക്കെ കഴിഞ്ഞ് പൂട്ടൊക്കെ തുറഞ്ഞൊരു കള്ളയിറക്കൊക്കെ ഉറങ്ങുന്നുണ്ട്. അവനിപ്പോൾ തന്നെ എണീക്കുക. അപ്പോൾ അതിന് മുന്നേ ആമി പെണ്ണെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ രണ്ടുപേരെയും സെയിം കളർ ഡ്രസ്സൊക്കെ ആയിട്ട് ഇടിച്ചേക്കുന്നത്. അപ്പം ആമയ്ക്ക് ഉടുപ്പ് കറക്റ്റാണ്, രണ്ടുപേർക്കും കറക്റ്റാണ്. ആമയ്ക്ക് ഇപ്പോഴും ഇടാനായിട്ടോ നല്ലത്, ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ കുഞ്ഞായി പോകും. അപ്പം ആമി പെണ്ണ് ഞങ്ങൾ റെഡിയാക്കി എടുക്കട്ടെ. ഞാൻ എനിക്കും കൂടെയൊക്കെ റെഡിയാക്കി ഞങ്ങൾക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടണം. അമ്മ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായിട്ട് അപ്ലോഡ് ആക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആമി പെണ്ണ്, ഞങ്ങളുടെ സുന്ദരി പെണ്ണാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുക്കുവാണ്. അപ്പം കണ്ണ് ഞാൻ എന്താ പറയുക, അങ്ങനെ എഴുതാറ് പുറത്ത് പോകുമ്പോൾ മാത്രം എഴുതുന്നതുകൊണ്ട് എനിക്ക് കണ്ണ് എഴുതാൻ പെട്ടെന്ന് അറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഒരു തരത്തിലൊക്കെയാണ് എഴുതുന്നത്. ചില നേരത്ത് കണ്ണ് എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് കണ്ണ് നിറയെ ഫുള്ള് പോകും, പിന്നെ ഞാൻ എഴുതാറില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇടയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഒന്നും എഴുതണം, ഇല്ലെങ്കിൽ ഇതുപോലെ ഇതൊക്കെ സംഭവിക്കും. ഞാൻ പൊന്നൂസിനെ റെഡിയാക്കിയിട്ട് പൊന്നൂസ് റെഡിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ വണ്ടി വന്നിട്ട് 5 മിനിറ്റ് ആയിട്ടത്. അതിൻ്റെ ഇടയിൽ അനിയത്തിയും കൂടെ റെഡിയാവുകയാണ് കേട്ടോ. അപ്പോൾ അത് കുഞ്ഞുകുട്ടനായിട്ട് അവനെ റെഡിയാക്കി അവൻ കിടക്കുകയാണ്. ഇനിയിപ്പം പൊന്നൂസും കുഞ്ഞുകുട്ടൻ്റെ കൂട്ടത്തിൽ കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളപ്പം ഇറങ്ങുകയാണ്. അപ്പം വണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം കമാൻഡറിനായിട്ട് ഞങ്ങൾ പോകണം, കാരണം അലമാരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിപ്പോൾ അങ്ങനെ അതിനാണ് പോണത്. അപ്പോൾ അമ്മായും അനിയനും പൊന്നൂസും ആദ്യം ഇറങ്ങി കേട്ടോ. പൊന്നൂസ് വണ്ടി കണ്ടപ്പോഴത്തേക്ക് മുന്നോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവൾ പിള്ളേരുടെ ഒരു ടർക്കിയൊക്കെ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അവളുടെ കയ്യിലൊരു ബോഡി ലോഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ റോട്ടിൽ കയറിയപ്പോഴാണ് കണ്ടത്, പെട്ടെന്ന് അങ്ങ് ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പം അവളുടെ ബോഡി ലോഷൻ അവളുടെ കയ്യിലുണ്ടത്. അപ്പോൾ അതായിട്ട് കണ്ട് കയറിയത് അവൾ. പിന്നെ ഞങ്ങളത് മേടിച്ചൊക്കെ വെച്ചു. അപ്പം അങ്ങനെയൊക്കെ നല്ല എന്താ പറയുക, സങ്കടമുണ്ട് സന്തോഷമുണ്ട്. കാരണം ഇത്രയും ദിവസം പിള്ളേർ കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാടും ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ വീട് ഒരു ഉറങ്ങിപ്പോയ പോലെയൊക്കെ കേട്ടോ. അപ്പോൾ പൊന്നൂസ് നടന്നിറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയത്തിലൂടെ ഞങ്ങൾ നടന്നിറങ്ങി. പിന്നെ ഇപ്പോൾ ഇനി നേരെ അവിടെ ചെന്നുള്ള വീഡിയോ ഒക്കെ കാണിക്കുന്നത്. കാരണം ഇടയ്ക്കൊക്കെ ഞങ്ങൾ വൊമിറ്റൊക്കെ ചെയ്തുകൊണ്ട് എടുക്കാനൊന്നും വേറൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങളത് വീട്ടിലെത്തിയപ്പം അമ്മ അനിയത്തിയുടെ ഹസ്ബൻഡ് അമ്മ നാരദയൊക്കെ ഉഴിഞ്ഞ് കയറ്റുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. പിള്ളേരെയൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വീട് കേട്ടോ. അപ്പം ഹൗസ് വാമിങ് പിന്നെ ഞങ്ങൾ കയറി വന്നിട്ട് ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് ചായക്ക് ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ പിള്ളേർക്കുള്ള തൊട്ടിയൊക്കെ ഇട്ടുകൊണ്ട് കാരണം അവർക്കൊരു ഉറക്കത്തിൻ്റെ ഒരു ഇത് കരച്ചിലും ബഹളമായിരുന്നു കേട്ടോ. അപ്പം കുഞ്ഞുകുട്ടൻ്റെ ഉടുപ്പൊക്കെ ഊരി അവൻ ആകെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പവും ചിക്കനും ഉണ്ട്, പിന്നെ ചോറുണ്ട് കേട്ടോ. പിന്നെ അത് ഹസ്ബൻഡിൻ്റെ വല്യമ്മയാണ് കേട്ടോ. അപ്പോൾ അത് വയ്യാണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. ആദ്യം അപ്പം കഴിക്കുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ചോറ് കഴിക്കാമെന്ന് വെച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഛർദ്ദിച്ച് ഞങ്ങൾ പോരുന്ന വഴിക്ക് ഛർദ്ദിച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെയും കഴിച്ചാൽ എന്താ പറയുക, വീണ്ടും അങ്ങോട്ടും കൂടി ഛർദ്ദിക്കുന്നതൊക്കെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാനുള്ളൊരു പരിപാടിയാണ്. കാരണം മഴയ്ക്കൊക്കെ
നന്നായിട്ട് മൂടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ പിള്ളേരുടെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അനിയത്തും പൊന്നൂസും മുന്നേ പോയിട്ടോ. അപ്പം അനിയൻ വണ്ടി കയറിയായിരുന്നു. പിന്നെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് നടന്നു വന്നു. അടിപൊളിയായിരുന്നു. പിന്നെ പാലക്കാട് ആയതുകൊണ്ട് പിടിച്ചിട്ടേക്കുന്നതുകൊണ്ട് അത്രയും ദൂരത്തിലൊന്നും വരാൻ പറ്റില്ല കേട്ടോ. അപ്പം ആ ഒരു കുറവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ. അപ്പം നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ ചെറിയ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേരൊക്കെ പോയതിൻ്റെ. പിന്നെ നന്നായിട്ട് മഴയ്ക്ക് മൂടുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു. പക്ഷെ തൊടുപുഴ എത്തി വീട് വരെ നല്ല മഴയായിരുന്നു കേട്ടോ. പൊന്നൂസാക്ക് ചെറിയൊരു ഉറക്കത്തിന് ഇതാണ് അവിടെ. പിന്നെ ഇതാ മഴയൊക്കെ പെയ്തു. പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ തീരുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ വീണ്ടും